മലയാളികൾ, അതായത് കേരളത്തിലുള്ളവർ ഇന്ന് വോട്ട് ചെയ്യുകയാണ്. അസംബ്ലി ഇലക്ഷൻ വളരെ ക്രൂഷ്യലായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഫെസ്റ്റിവൽ, അതായത് ഉത്സവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വോട്ട് ചെയ്യുക. 10 വർഷം കഴിഞ്ഞിട്ട് പിണറായി വിജയൻ മന്ത്രിസഭ മൂന്നാമത്തെ ടൈം നോക്കാൻ പോകുന്നു വീണ്ടും. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം 3 മണി 4 മണി സമയത്താണ്, ഇന്ത്യൻ സമയം. വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് ഷാർപ്പായിട്ട് അങ്ങോട്ട് ഇൻക്ലൈൻ ചെയ്തു, അങ്ങ് കൂടുകയാണ്. പ്രത്യേകിച്ച് സിറ്റികളിലും, എറണാകുളം സിറ്റിയിലും ട്രിവാൻഡ്രം സിറ്റിയിലും ഒക്കെ നേരത്തെ വന്ന് ആളുകൾ വോട്ട് ചെയ്യുന്നു, അതായത് ഷാർപ്പായിട്ട്. അപ്പോൾ ഇതൊരു തരംഗമാണ്. അതുകൊണ്ടാണ് രാവിലെ, അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്രയും പെർസെൻറ്റേജ് വോട്ടൊക്കെ കൂടുന്നത്. തരംഗമാണ്. ഇതൊരു വലിയൊരു സുനാമി വേവ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ പറയുന്ന പിണറായി വിജയനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന എലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയറായിട്ടുള്ള 2 ഉദ്യോഗസ്ഥരെ, പാർട്ടിക്കാർ റിസൈൻ ചെയ്തിട്ട് പോയത്. അവർക്കും അറിയാം സുനാമി വേവാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിന്ന് കണ്ടു. ജനങ്ങൾ ഒന്നടങ്കമാണ് പിണറായി എടുത്ത് ദൂരെ കളയാൻ പോകുന്നത്, തോട്ടിലെറിയാൻ പോവുകയാണ്. അതായത് കൃത്യമായിട്ട് പറയാം, കേരളത്തിൽ ഈ പറയുന്ന കള്ളവും കപടതയും മാത്രമായിരുന്നു പിണറായി വിജയൻ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ജനങ്ങളെ മുഴുവനും കബളിപ്പിച്ചു, പറഞ്ഞ് കബളിപ്പിച്ചു. കേന്ദ്രത്തിനെ തെറിവിളിച്ചു, ഇവരെ തെറിവിളിച്ചു, അവരെ തെറിവിളിച്ചു, ആർഭാടമായിട്ട് കഴിഞ്ഞു. അമേരിക്കയെ തെറിവിളിക്കും, അവിടെ പോയി ട്രീറ്റ്മെൻറ്റിന് പോകും. ഒരു ലെവലിൽ, ഒരു വെർട്ടിക്കലിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറയുന്നുവെന്നല്ലാതെ അത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റും കൊടുക്കുന്നുണ്ട്. ബാക്കി മുഴുവനും കപടതയും കള്ളത്തരവും കൊണ്ട് മാത്രം ഒരു കഴിവില്ലാത്ത മുഖ്യമന്ത്രിയെ വലിയ കഴിവുള്ളവനാക്കി അവരുടെ പാർട്ടി വൃത്തങ്ങളും അവരുടെ പാർട്ടി മെഷീനറിയും ഉണ്ടാക്കിയെടുത്ത ഒരു യൂസ്ലെസ് പപ്പറ്റാണ് പിണറായി വിജയൻ. അതാണ് എൻ്റെ യഥാർത്ഥ കാരണം. അതിനെ പ്രോപ്പറായിട്ട് 5 വർഷം കഴിയുമ്പോൾ പ്രതിരോധിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല. അതാണ് അയാൾ കാണിച്ച ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ VD സതീശനും മറ്റുള്ള കോൺഗ്രസ്സുകാരനും UDF മുന്നണിക്ക് കഴിഞ്ഞു. പിന്നെ പിണറായി വിജയനെതിരെ മനസ്സിലാക്കുക, കേരളത്തിൽ ജീവിക്കുന്നവർക്കെല്ലാം അറിയാം ദുരിതം രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന കോവിഡും പ്രളയവും അത് മുൻകൂട്ടി അത് മനസ്സിലാക്കിയിട്ട് അതറിഞ്ഞ് മുന്നോട്ടിറങ്ങി വോട്ട് പിടിച്ചിട്ടാണ് രണ്ടാമത്തെ ടൈം കയറി വരുന്നത്. ഈ മൂന്നാമത്തെ ടൈമിലോട്ട് ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കൂ, ഇത്രയും പെർസെൻറ്റേജ് വോട്ടിംഗ് കൂടുമ്പോഴാണ് കൃത്യമായിട്ട് പറയാം വലിയ വേവാണ് അടിച്ചിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് വേഴ്സസ് UDF എന്ന രീതിയിലോട്ട് മാറും. അതിൻ്റെ അകത്ത് ചില 2 3 അല്ലെ 5 സീറ്റുകളിൽ NDA, അതായത് BJPയുടെ സംഭവം ഉണ്ട് എന്നല്ലാതെ, അതായത് പലയിടത്തും 11 മണി ആയി കഴിഞ്ഞപ്പോഴേ BJPയുടെ പല ബൂത്തുകൾ ഞാൻ പലയിടത്തും വിളിച്ചു ചോദിച്ചു. അവർ ബൂത്തെല്ലാം മടക്കിക്കൊണ്ടങ്ങ് പോയി. കാരണം ആളില്ല. കാരണം അവർക്കും അറിയാം ആ ബൂത്തിൽ പോയിരുന്ന പല ആൾക്കാർ UDF വോട്ട് ചെയ്തു. അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുകയും വോട്ട് ചെയ്തവരും ഇപ്രാവശ്യം UDF വോട്ട് ചെയ്യുകയാണ്. അതാണ് BJPയുടെ കേപ്പബിലിറ്റി, കഴിവില്ലായ്മ കാണിച്ചു കൊടുത്തു. കാരണം അവർ പിണറായി വിജയനെ ഡീലുണ്ടാക്കി സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരട്ടെ. അത് സാധാരണ ജനങ്ങൾക്ക് ഈ BJP സപ്പോർട്ടേഴ്സ്, ഞാൻ പറഞ്ഞ BJP പാർട്ടി പ്രവർത്തകരുടെ കാര്യമല്ല പറഞ്ഞത്, സപ്പോർട്ടേഴ്സ്, അവരിതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പലയിടത്തും ഈ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പല ആൾക്കാരും, നോട്ടീസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പല ആൾക്കാരും, പലരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർ തന്നെ വളരെ സൈലൻ്റായി. അവർ തന്നെ പല ആൾക്കാരോടും പറഞ്ഞു ഇന്നയാൾക്ക് വോട്ട് ചെയ്തേര്, BJP കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യേണ്ട, കാരണം ജയിക്കാനും പോകുന്നില്ല, പിണറായി ഒരിക്കലും തിരിച്ചു വരരുത്. അപ്പോൾ ചിറ്റൂരുണ്ടായ സംഭവം നിങ്ങൾ കണ്ടോണം. NDAയുടെ കാൻഡിഡേറ്റ് ലാസ്റ്റ് മൂമെൻറ്റ് ഇലക്ഷൻ്റെ ഡേ അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്, അവിടെ LDFൻ്റെ കാൻഡിഡേറ്റ് ജയിക്കട്ടെ. ഇതോടുകൂടി ഡീല് പുറത്തായി. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കുക എന്താണ് സംഭവിച്ചത്. ഇതേ ഞാൻ പറഞ്ഞോളൂ, അതിന് തരംഗം അടിക്കുകയാണ്. തരംഗം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ BJP ഒന്നുമില്ല. അതാകുമ്പോൾ 10%
താഴെയായിരിക്കും ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നത്. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. കാരണം മത്സരം നടക്കുന്ന പിണറായി വേഴ്സസ് റെസ്റ്റ് ഓഫ് കേരളയാണ്. അതാണ് സംഭവം. അതിൻ്റെ അകത്ത് വേറെ പൊളിറ്റിക്കൽ പാർട്ടിയൊന്നുമില്ല. ഇതാണ് തരംഗം. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മേഖല, അതായത് മധ്യ തിരുവിതാംകൂറാണ് തൃശ്ശൂർ കഴിഞ്ഞോട്ട് തിരുവനന്തപുരം വരെയുള്ള അവരാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം തോൽക്കണമെന്നൊക്കെ. അതിൻ്റെ ക്രിസ്ത്യൻസും ഉണ്ട്, ഹിന്ദുസും ഉണ്ട്, ഈ പറയുന്ന അതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ല, പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൃത്യമായിട്ടങ്ങ് നിലപാടെടുത്തു? അതായത് പിണറായി വിജയനെ തോൽപ്പിക്കുക, അതേപോലെ തന്നെ ബി ജെ പിയെ ഡിസ്റ്റൻസ് മാറ്റി നിർത്തുക. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അങ്ങനെ ആയിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ തൃശ്ശൂരെ തെറ്റ് തിരുത്തും. പലയിടത്തും അവർ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തു, ആ തെറ്റ് അവർ ഇപ്രാവശ്യം തിരുത്തും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറയത്തില്ലയോ, അതായത് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് അത് പോവുക മാത്രമല്ല അതിൻ്റെ അകത്ത് നിൽക്കുന്നവർ, അതാണ് സുനാമി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. സുനാമി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല, അതെല്ലാം മുഴുവനും ഒലിച്ചങ്ങ് പോവുകയാണ്. പിന്നെ അതിൻ്റെ അകത്ത് എവിടെ നിൽക്കത്തില്ല, ആരും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ വേവാണ് കേരളത്തിലടിച്ചത്. അതാണ് ഇത്ര പെർസെൻറ്റേജ് വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വോട്ടിംഗ് ശതമാനം പിണറായിക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ടാണത് 100-നടുപ്പിച്ചോളം സീറ്റുകളായിട്ട് കയറി. ഇപ്രാവശ്യം ഏകദേശം 110-120 സീറ്റ് UDF കിട്ടും. മനസ്സിലാക്കുക, UDF കാൻഡിഡേറ്റിൻ്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല ഈ ഇത്രയും സീറ്റുകൾ അവരോട് ജയിക്കുന്നത്. പലയിടത്തും കാൻഡിഡേറ്റ്സിൻ്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല ജയിക്കുന്നത്, പിണറായിയോടുള്ള അരിശമാണ് സംഭവം. കാരണം പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം, അയാളെ കവിഞ്ഞൊന്നുമില്ല, അയാളാണ് എല്ലാം തീരുമാനിക്കുന്നത്. ആ ഒരു രീതിയാണ് അത് താഴേക്കിടെ ജനങ്ങളുടെ ഇടയ്ക്ക് വരെ ഒരു ഡിസ്കഷൻ ഡിബേറ്റ് പോയിൻ്റായിട്ട് മാറി. കേരളത്തിലെ പല സഖാക്കൾക്കും വോട്ട് ചോദിക്കാൻ പോകാൻ നേരത്ത് അവരോടുള്ള ചോദ്യങ്ങളുണ്ട്, ജനങ്ങൾ ചോദിക്കുമല്ലോ, ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാതായിപ്പോയി. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയെന്ന് പറയുന്നത്. ചോദ്യത്തിന് ഉത്തരവില്ല, അതൊരു വളരെ നിശബ്ദമായിപ്പോയി. അപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങളും വന്നു കഴിയുമ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന പാർട്ടി പ്രവർത്തകർ നിശബ്ദമായിപ്പോവും. അപ്പോൾ ഇതേപോലെ തന്നെ ബി ജെ പിക്ക് ഉണ്ടായി. അവർ ഈ പറയുന്ന പിണറായിയെ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത പ്രാവശ്യം വീണ്ടും LDF വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് പലയിടത്തും ഡീൽസും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യമില്ലാതായിപ്പോയി, കാരണം തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും ഗ്രാജുവലായിട്ട് പിന്മാറാൻ തുടങ്ങി. ഇതാണ് ഉണ്ടായത്. അത് മധ്യ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ കൃത്യമാണ്. തിരുവനന്തപുരത്തൊക്കെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ആയിരിക്കും. CPM എന്ന് പറഞ്ഞ പാർട്ടി ഒരിടത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല, ആ രീതിയിലാണ് ഒഴുകി പോകുന്നത്. അവിടൊക്കെ ജയിച്ചു കയറാൻ പല സാധ്യതയുണ്ടായിരുന്ന BJP-ക്കാരുണ്ട്. പക്ഷേ ഈ ഡയറക്റ്റ് ഫൈറ്റ് വന്നു കഴിയുമ്പോൾ, തരംഗം വന്നു കഴിയുമ്പോൾ ഒരു പുല്ലും നടക്കത്തില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തരംഗം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആണെങ്കിലും ശ്രീരേഖയുടെ ആണെങ്കിലും ഈ മുരളീധരൻ്റെ ആണെങ്കിലും ഇവരൊന്നും ജയിക്കാൻ പോകുന്നില്ല. തരംഗത്തിനകത്ത് അതാണ് ഈ പല നേതാക്കളും UDF-ൻ്റെ പല നേതാക്കളും മത്സരിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ തരംഗം കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഗ്രാജുവലായിട്ട് ഓർഗാനിക് രീതിയിൽ പൊങ്ങി വന്നു. അതാണ് അതിൻ്റെ കാര്യം. അത് വളരെ 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 വിസിബിളാണ്. അതായത് തൃപ്പൂണിത്തുറയൊക്കെ നല്ല കാൻഡിഡേറ്റ് BJP ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ സംഭവം പിച്ചു മാറിയേനെ. അവിടെ BJP-യുടെ NDA-യുടെ കാൻഡിഡേറ്റ് ഒന്നും അല്ലാതായി. ഇതെല്ലായിടത്തും സംഭവിച്ചു. അതാണ് ഞാൻ പറഞ്ഞ വോട്ടിംഗ് ഷെയർ കുറയും, ശരിക്കും ഷാർപ്പായിട്ട് കുറയും. ഈ വോട്ട് മുഴുവനും UDF-ന് അനുകൂലമായിട്ട് പോകും. അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ട് ഒരു പുല്ലും നടക്കത്തില്ല. കാരണം വെള്ളാപ്പള്ളി നടേശനെ കേരളത്തിലെ ഭൂരിപക്ഷം വരെ അവരുടെ ഒരു ലീഡറായിട്ട് കണക്കാക്കുന്നില്ല. പക്കാ കച്ചവടക്കാരനാണെന്നറിയാം. അതായിട്ട് കാര്യം. കാരണം അയാളുടെ മകനും അയാളുടെ കച്ചവടം മാത്രമാണെന്ന് കേരളത്തിലുള്ള ഈഴവർക്ക് വെള്ളാപ്പള്ളിയെ പറ്റി കൃത്യമായിട്ട് അറിയാം. പിന്നെ അതിനെ താങ്ങി പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന NSS വിചാരിച്ച ഒന്നും നടക്കത്തില്ല, വെള്ളാപ്പള്ളി വിചാരിച്ച ഒന്നും, ഒരു മതവിഭാഗങ്ങൾ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. അതാണ് കേരളത്തിലെ സമൂഹം. കാരണം എഡ്യൂക്കേറ്റഡാണ്. ആർക്ക് വോട്ട് ചെയ്യണം, എങ്ങനെ വോട്ട് ചെയ്യണം, ആരെയും മാറ്റി നിർത്തണം.
അവർക്ക് ഈ മത നേതാക്കളുടെ അഭിപ്രായമൊന്നും ആവശ്യമൊന്നുമില്ല, അവർക്ക് തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ധർമ്മടത്ത് തന്നെ, അതായത് പിണറായി വിജയൻ ഉൾപ്പെടെ അവിടെ തോൽക്കാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. കണ്ണൂർ CPM-ൻ്റെ കോട്ടയാണ്. പക്ഷേ ഇപ്രാവശ്യം കണ്ണൂർ ഈ കോഴിക്കോടൊക്കെ കാണാൻ പോകുന്ന വലിയ തമാശയുണ്ട്. CPM-ൻ്റെ ഒക്കെ വെടി തീർന്നു പോകും ഇപ്രാവശ്യം. അത്രമാത്രം ആൻറ്റി പിണറായി വേവ് അടിച്ചിരിക്കുകയാണ്. അതാണ് ഈ തരംഗം. അതായത് മനസ്സിലാക്കുക, കേരളത്തിൽ വലിയൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ തരംഗമാണ് ഇലക്ഷൻ്റെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആദ്യത്തെ സൂചന വിധി എഴുതിയിരിക്കുന്നത് പിണറായി വിജയനെതിരെയാണ്. അതായത് CPM പല സഖാക്കൾക്കെതിരെയൊന്നുമല്ല, അങ്ങനെ അവർ തെറ്റിദ്ധരിക്കുന്നത്. പിണറായി വിജയനെതിരെയാണ് വിധി വന്നിരിക്കുന്നത്. അത് മൂന്നാമതും കൂടെ പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങ് മടുത്തു. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ പറയുന്ന പല നേതാക്കളും, പല ഇടതുപക്ഷ LDF-ൻ്റെ പല നേതാക്കളും, നമ്മൾ ഉദ്ദേശിക്കുന്ന പല നേതാക്കളും തോറ്റുപോകും. അവരൊക്കെ നമ്മൾ ഈസി ആയിട്ട് ജയിക്കുമെന്ന് പലയിടത്തും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ അട്ടപടലം നിലം തൊടാതെ തോറ്റുപോകും. അതായത് രാവിലെ വോട്ടെണ്ണാൻ തുടങ്ങി കഴിയുമ്പോൾ 10, 10:30, 11 മണിയാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഭൂരിപക്ഷം കണ്ടോണം. മറ്റൊരു പ്രധാന കാരണം, കേരളത്തിലൊക്കെ അധികവും ഈ ജയിക്കുന്നവർ ഏകദേശം 3000, 4000 വോട്ടൊക്കെയാണ് ഭൂരിപക്ഷം, അധികം മണ്ഡലങ്ങളിൽ. പക്ഷേ ഇപ്രാവശ്യം കേരളത്തിൽ പല മണ്ഡലങ്ങളിലും 10,000, 15,000, 20,000 ഒക്കെ ഭൂരിപക്ഷം കയറിപ്പോകും. കാരണം അതേ വേവാണ് അടിച്ചിരിക്കുന്നത്. ഈ വേവിനകത്താണ് ഒന്നും അല്ലാതായി പോകുന്നത് BJP. കാരണം അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട്. കാരണം BJPയുടെ കംപ്ലീറ്റ് സ്ട്രാറ്റജി ഈ ഇലക്ഷനിൽ തെറ്റിപ്പോയി. അട്ടപടലം പച്ച മലയാളത്തിൽ പറഞ്ഞ നിലം പൊത്തിപ്പോയി. അവരെ കൊണ്ട് അടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കഴിയുമ്പം രാജീവ് ചന്ദ്രശേഖറുള്ള പാക്ക് ചെയ്ത് പോകേണ്ടി വരും. കേരളം അങ്ങനെ ഒരു തരംഗത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ബേസ് പഠിച്ചിട്ടാണ് കേരളത്തിൽ ഇലക്ഷന് വരേണ്ടത്. അല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ തീരുമാനത്തിന് വഴങ്ങി ഇന്നത് ചെയ്തിട്ട് അടുത്ത 5 വർഷം കൊണ്ട് നേട്ടം ഉണ്ടാക്കാമെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകും. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പിണറായി വിജയനെ മാറ്റി നിർത്തിയേ മതിയാകൂ. അതിനുവേണ്ടിയാണ് ഈ വോട്ടെന്ന് പറയുന്നത്. അതാണ് ഇത്ര പെർസെൻറ്റേജ് കൂടിയത്. ജനങ്ങളുടെ തീരുമാനത്തിന് വിടുക. അത് ഒരിക്കലും നേതാക്കന്മാരുടെ തീരുമാനമല്ല ഒരു ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനമാണ് കേരളത്തിൽ നടപ്പിലായത്. അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് റെസ്റ്റ് ഇൻ പീസ്. അതായത് ആ രീതിയിലാണ്, RIP എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലാണ് അയാളുടെ പോക്ക്.